ഉച്ചാടന കർമ്മം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ആഭിചാര സമ്പ്രദായമാണ് ശരിക്കും ഉച്ചാടനം എന്ന് പറയുന്നത്. ഇത് ഏറ്റിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ, എന്താണ് ആ വ്യക്തിക്ക് സംഭവിക്കുന്നത്? ഉച്ചാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വരുന്നത് സ്ഥാനച്യുതി എന്നാണ്, അഥവാ സ്ഥാനമാറ്റം. നമ്മളുടെ നിലവിലുള്ള ജീവിത രീതിയിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ചേഞ്ച്, ഒരു സാധാരണ ചേഞ്ച് അല്ല, ഒരു സബ്സ്റ്റാൻഷ്യൽ ചേഞ്ച്. അത് ഈ ഉച്ചാടനവുമായിട്ട് ബന്ധപ്പെട്ടതാണോ? ഉച്ചാടനം തനിയെ സംഭവിക്കുമോ? ഇല്ല, മറ്റൊരാൾക്ക് ചെയ്യാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടത്തപ്പെടുന്ന ഒരു ആഭിചാരം കൂടിയാണ് ഉച്ചാടനം എന്ന് പറയുന്നത്. കാരണം ചെയ്യാൻ വളരെ സിമ്പിൾ ആയതുകൊണ്ട് ഏതൊരു മന്ത്രവിധികളൊക്കെ അറിയാവുന്ന ഏതൊരാൾക്കും ഇത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നുണ്ട്. മറ്റൊന്നും ഇപ്പം ആഭിചാരത്തിൽ തന്നെ പലതരം ഉണ്ടെങ്കിൽ പോലും ഉച്ചാടനമാണ് കൂടുതലായിട്ട് സംഭവിക്കുന്നത്. പണ്ട് ചോരന്മാരുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഉച്ചാടന കർമ്മം നടത്തി വന്നത്. തങ്ങളുടെ സമ്പത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം നടത്തിയിരുന്ന ബ്രാഹ്മണ സമുദായത്തിലുള്ളവർ നടത്തിയിരുന്ന ഒരു ഉച്ചാടനം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ ഉച്ചാടനം തന്നെ അതിന് രണ്ട് തരമുണ്ട്. സാത്വിക കർമ്മം ഉണ്ടെങ്കിൽ അതിനനുസൃതമായിട്ട് തന്നെ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഒന്നുകൂടിയുണ്ട്. അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നാട് നശിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ജീവിതം നശിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇവിടെ ഉച്ചാടനം സ്ഥാനച്യുതി, വീട്ടിൽ നിന്ന് പുറത്താക്കുക, മറ്റുള്ളവരുടെ ദേഷ്യം സമ്പാദിക്കുക, അല്ലെ? അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഉച്ചാടനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ജോലി നഷ്ടപ്പെടുക, കുടുംബ ബന്ധങ്ങൾ തകരുക, മറ്റുള്ളവരുടെ മനസ്സിലെ സ്ഥാനം, നമുക്കൊരു സ്ഥാനം ഉണ്ടാവും അല്ലെ? ഭാര്യയുടെ മനസ്സിലൊരു സ്ഥാനം, അമ്മയുടെ മനസ്സിൽ, അച്ഛൻ്റെ മനസ്സിലൊക്കെ നമുക്കൊരു സ്ഥാനം ഉണ്ടാവും അല്ലെ? സുഹൃത്തുക്കളുടെ മനസ്സിൽ, അതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉച്ചാടനവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അതിനെല്ലാം കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഉച്ചാടനം ഏറ്റിട്ടുണ്ടോ എന്നെങ്ങനെ അറിയുന്നത്? അനുഭവത്തിലൂടെ നമുക്കറിയാൻ സാധിക്കും അല്ലെ? എന്നാൽ അത് ചിലർക്ക് മനസ്സിലാവില്ല. എന്നാൽ ചിലർക്കുണ്ട് ഇത് കാലയെ കൂട്ടി ചിന്തിക്കാനുള്ള കഴിവുണ്ട്. കാലയെ കൂട്ടി അവർക്ക് മനസ്സിലാവും ഇന്ന ആളാണ് ഇത് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ ചിലർക്ക് ബൈ ബർത്ത് ഒരു ഇത് കിട്ടും. അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള എന്താ ചെയ്യുക, നമ്മൾ തിരിച്ച് ചെയ്യുക എന്നുള്ളതല്ല, അതൊരിക്കലും ഒരു ശരിയായ നടപടി അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താ ചെയ്യുക, അതിനെ കഴിച്ച് മാറ്റിക്കളയുക എന്നുള്ളതാണ് അല്ലേ? നമ്മളൊരു പനി വരുമ്പോൾ എന്താ ചെയ്യുക, ഒരു പാരസെറ്റമോൾ കഴിക്കുക അല്ലെ എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ഒഴിവാക്കാം, ഇതെങ്ങനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഉച്ചാടനം എന്ന് പറയുന്ന വീഡിയോയിൽ നമ്മൾ പരാമർശിക്കുന്നത്. നമസ്തേ രുദ്രധാര. നമ്മൾ ഇന്ന് പറയുന്നത് ഉച്ചാടന കർമ്മത്തെക്കുറിച്ചാണ്. പണ്ട് കാലത്ത് ചോരന്മാർ അഥവാ മോഷ്ടാക്കൾ, സംഘബലമുണ്ടായിരുന്ന, ആയുധബലമുണ്ടായിരുന്ന, ആത്മബലമുണ്ടായിരുന്ന, എല്ലാ തരത്തിലുള്ള ശക്തിയും ഉണ്ടായിരുന്ന മോഷ്ടാക്കൾ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ എങ്ങനെയുള്ളതാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി അവരുടെ അത്രയും ശക്തിയില്ലാത്ത, അല്ലെങ്കിൽ സംഘബലമില്ലാത്ത, മനോബലമില്ലാത്ത ചില വിഭാഗത്തിൽപ്പെട്ടവർ ചെയ്തു വന്നിരുന്ന സാത്വികമായ കർമ്മമാണ്, സാത്വികമായ കർമ്മം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഉച്ചാടനം. അതായത് അവരാ നാട് വിട്ടു പോവുക, അല്ലെങ്കിൽ അവരുടെ മനസ്സ് മാറ്റുക, ഇത് ചെയ്യരുത് എന്നുള്ള മനസ്സ് മാറ്റിയെടുക്കുക. അതും അല്ലെങ്കിൽ തങ്ങളോട് സൗഹൃദം സ്ഥാപിക്കുക. എന്നാൽ പിന്നീട് അതിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു വ്യക്തിയെ ദ്രോഹിക്കാൻ വേണ്ടി ഉച്ചാടന കർമ്മം നടത്തി വന്നിരുന്നു. അപ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അതിന് നമുക്ക് എന്ത് പ്രതിവിധി ചെയ്യാൻ സാധിക്കും? ഇതിന് ഒരു പ്രത്യേക സ്ഥലം ആവശ്യമാണ്. ഇത് മനസ്സിലാക്കിയെടുക്കുന്നതിന്, നമുക്കിങ്ങനെ ഒരു സംഭവം ഏറ്റിട്ടുണ്ട്, അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് നമുക്കൊരു പ്രത്യേക സ്ഥലം വേണം. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് സംഭവ്യമല്ല. ശ്മശാനമാണ് പറയുന്നത് യോഗ്യമായ സ്ഥാനം. അപ്പോൾ അവിടെ പോയിരുന്ന് മന്ത്രജപം എന്ന് പറയുന്നത് നടക്കില്ല അല്ലേ? പിന്നെ എന്താ ചെയ്യുക? ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, പകരം എന്ത് ചെയ്യാൻ പറ്റും? ചില വീടുകളിൽ മരണം നടക്കുമ്പോൾ അവിടെ ആരോടും മിണ്ടാതെ ചിലർ മാറിയിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ആ കുടുംബവുമായിട്ടോ അവരുമായിട്ടോ യാതൊരു ബന്ധവും കാണത്തില്ല അവർക്ക്, പക്ഷെ അവർ മാറിയിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അവരാരോടും മിണ്ടില്ല, അതുകൊണ്ട് തന്നെ അവരവിടെ
ആരും പോയി സംസാരിക്കത്തുമില്ല. കാരണം അവരുടെ മുഖത്തൊരു വിഷമഭാവമായിരിക്കും. ഈ സമയത്ത് ശരിക്കും അവരൊരു മന്ത്രം ജപിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ഒന്നുമില്ല. ഇനി അവരുടെ അടുത്തൊന്നും അങ്ങനെ ഇരിക്കുന്നവരുടെ അടുത്ത് പോയി ചോദിക്കരുത്, നിങ്ങൾ എന്ത് മന്ത്രം അവിടെ ഇരുന്ന് ജപിക്കുന്നതെന്ന് ചോദിക്കരുത്, നല്ല അടിയും കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്, സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള സ്ഥലത്താണ് ഈ മന്ത്രജപം നടന്നത്. ഇതൊരു സിദ്ധി കൈവരിക്കുന്ന ഒരു ചടങ്ങാണ് ശരിക്കും. ഇത് അവർക്കൊരു പ്രശ്നമല്ല, വേറെ ആർക്കും ഇതിനൊരു പ്രശ്നമല്ല. കാരണം ഒരു മരണം നടക്കുന്ന സമയത്ത് അറിയാമല്ലോ, അവിടുത്തെ അന്തരീക്ഷം അറിയാമല്ലോ, നെഗറ്റീവാണ്, ടോട്ടലി നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവമായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെയാണ് ഇരുന്ന് ആ ശവത്തിൻ്റെ അടുത്തിരുന്നാണ്, ഡെഡ് ബോഡിയുടെ അടുത്തിരുന്നാണ് ഇത് ജപിക്കുന്നത്. ഒരുപാട് ദൂരത്തോട്ട് പോകത്തില്ല, അടുത്തിരുന്നു. ഏകദേശം 1008 പ്രാവശ്യമാണ് ഇത് ജപിക്കുന്നത്, ഈ മന്ത്രം. ഇത് ജപിച്ച് സിദ്ധി വരും എന്നാണ് വിശ്വാസം. ശ്മശാനത്തിൽ ജപിക്കാം, ഡെഡ് ബോഡിക്ക് അടുത്തിരുന്ന് ജപിക്കാം. ഇതാണ് ഇതിൻ്റെ ആ ഒരു പിന്നിലുള്ള ഉച്ചാടനത്തിന് പിന്നിലുള്ള ഉച്ചാടനം ഏറ്റിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി, നമ്മൾക്ക് സ്വയം അറിയാൻ വേണ്ടി. എങ്ങനെ അറിയാം? നമ്മുടെ ചെവിയിൽ പറയും, നമ്മുടെ ഹൃദയത്തിൽ പറയും എന്നാണ് വിശ്വാസം. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ശരിക്കും പറഞ്ഞാൽ മാന്ത്രികത്തിൽ ഉണ്ട്. അപ്പോൾ എന്താണ് ആ മന്ത്രം എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ദുരുപയോഗം ചെയ്യാൻ ഉള്ളതല്ല ഇത് മറ്റാർക്കും പ്രശ്നം ഉണ്ടാകുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ കർണപിശാചിനി എന്നാണ് അതിനെ വിളിക്കുന്നത്. കർണപിശാചിനി കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താ കർണപിശാചിനി എന്നുള്ളത്? അപ്പോൾ ഈ മന്ത്രം ഞാൻ പറഞ്ഞ 108 തവണയാണ് ജപിക്കുന്നത്. ഓം ഹ്രീം കർണപിശാചിനി കർണകഥയേ സ്വാഹ എന്ന് പറയുന്ന ഈ മന്ത്രം 1008 പ്രാവശ്യമാണ് ജപിക്കുന്നത്. അവിടെ ഇരുന്ന് ജപിച്ചതിന് ശേഷം നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള, അതായത് അന്യന്റെ ഹൃദയത്തിലുള്ളത് എന്താണോ അത് നമ്മുടെ ചെവിയിൽ, കർണത്തിൽ എന്നുള്ളതാണ്. ഭാവിയിൽ വരാനുള്ളതും നമ്മളിൽ അല്ലെങ്കിൽ നമ്മളോട് പറയും, നമ്മൾക്കറിയാം. അങ്ങനെ അറിയുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുമുണ്ട്. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അവർക്ക് മുൻകൂട്ടി കാണാൻ പറ്റും, സ്വപ്നം കാണാൻ പറ്റുന്നവർ പല രീതിയിലുള്ളവർ. അപ്പൊ അതാണ് ഈ മന്ത്രം ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തു. ഇത് ജപിച്ചുകൊണ്ട് അസിദ്ധി നമുക്ക് വരും. ഇതിന് ശുദ്ധി ആവശ്യമില്ല, ശുദ്ധി പാടില്ല എന്നും പറയുന്നു. ശുദ്ധി പാടില്ല, അശുദ്ധിയായിരിക്കണം. നമ്മളും അശുദ്ധിയായിരിക്കണം, അശുദ്ധിയായ പ്രദേശമായിരിക്കണം. ആ പ്രദേശത്തിരുന്നാണ് ഈ മന്ത്രജപം നടത്തേണ്ടത്. ശുദ്ധിയായ ഒരു സ്ഥലത്തിരുന്നത് ചെയ്യാൻ പാടില്ല 1008 പ്രാവശ്യം. അതുകൊണ്ടാണ് മരണവീട് എന്ന് പറഞ്ഞിരിക്കുന്നത്. മരണവീട്ടിൽ വേണം ഇത് ചെയ്യും. ഇതിനുശേഷം നമുക്ക് മനസ്സിലാകും എന്താണ്, ആരാണ് ചെയ്തത്, എന്താണ് ഏറ്റത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യുക? പരിഹാരം. എന്താ പരിഹാരം? ഒന്നുമില്ല. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞു, ഉച്ചാടനമാണ് ഏറ്റത് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ആരാണെന്ന് നമുക്ക് മനസ്സിലാവും. ആ വ്യക്തിയെ നശിപ്പിക്കാനോ ആ വ്യക്തിയുടെ പേരിൽ എന്തെങ്കിലും ചെയ്യാനോ നടക്കാൻ പാടില്ല. അതിന് വേണ്ടി മറ്റൊരു മന്ത്രവാദിയെ പോയി കാണരുത്. അത് ശരിയല്ല. നമ്മൾക്ക് ഏറ്റവും ഒരു പനി വന്നാൽ എന്താ? മരുന്ന് കഴിക്കുക. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ വിചാരിക്കും വെറുതെ ഇരിക്കുന്നവരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യൂ. നമ്മുടെ കയ്യിലും കാണും, ഒരു വെടിക്കുള്ള മരുന്നൊക്കെ നമ്മുടെ കയ്യിലും ഉണ്ടാവും, അല്ലേ? അല്ലാതെ വെറുതെ ഒന്നും സംഭവിക്കില്ല. ഇതിന് പരിഹാരം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, കുടുംബക്ഷേത്രത്തിൽ പോവുക. എല്ലാവർക്കും കാണും ഒരു കുടുംബക്ഷേത്രം എന്ന് പറയാം. അവിടെ ചെന്നിട്ട് അവിടുത്തെ ദേവിക്ക് അമ്മ വഴിയാണ് കുടുംബക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ദേവിക്ക് മുഴുക്കാപ്പ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. മുഴുക്കാപ്പ് ഇത് നടത്തുക എന്നുള്ളതാണ്. സ്വന്തം പേരിൽ മുഴുക്കാപ്പ് ചാർത്തുക. ഈ ഒരു കർമ്മം മാത്രമേ ഉള്ളൂ, മറ്റൊന്നും തന്നെ ഇല്ല. മുഴുക്കാപ്പ് എന്ന് പറയുന്നത് ചന്ദനം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. മുഴുക്കാപ്പ് നടത്തുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി നിങ്ങൾ. അല്ലാതെ അതിനെ അഴിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള മന്ത്രവാദവും മറ്റു കാര്യങ്ങളും ഒന്നിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഏറ്റിരിക്കുന്നത് ഏത് ഭാഗത്തു നിന്നാണ്? നീച വംശത്തിൽപ്പെട്ടവരാണ് ചെയ്തതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും. കാരണം ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അസ്ഥികൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ മഹാരോഗങ്ങൾ സുനിശ്ചിതം കൂടിയാണ് കേട്ടോ. ഉച്ചാടനത്തിൽ തന്നെ മഹാരോഗങ്ങളും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൂര സർപ്പങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ജീവികളിൽ നിന്നുള്ള ആക്രമണങ്ങൾ, വിഷം തീണ്ടുക, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ, മറ്റ് മൃഗങ്ങൾ കയറി ആക്രമിക്കുക, ഏതെങ്കിലും ജീവികളിൽ നിന്ന് അസുഖങ്ങൾ ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉച്ചാടനത്തിന്റെ മറ്റൊരു ഭാഗം കൂടിയാണ് ലൈംഗിക രോഗങ്ങൾ. അതും ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കും. അതിനാണ് നമ്മൾ ഈ പറയുന്ന ചന്ദനം ചാർത്ത് അഥവാ മുഴുക്കാപ്പ് എന്ന് പറയുന്ന സമ്പ്രദായം നടത്തുന്നത്. വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും ഇത് ഏൽക്കാതിരിക്കാനും അതുപോലെ ഏറ്റ് കഴിഞ്ഞാൽ അതിൽ നിന്ന് മോചിതനാകാനും വേണ്ടിയിട്ട് നമ്മൾ ഇത് കുടുംബക്ഷേത്രം എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. കുടുംബക്ഷേത്രത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ യോഗീശ്വര പൂജ, യോഗീശ്വരൻ എന്ന് പറയുന്നത് കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളത് അന്വേഷിക്കുക. അവിടെ ചെന്ന് അത് നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കവചം കൂടിയാണ് ഈ യോഗീശ്വരൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും സാത്വികനായ വ്യക്തി ആയിരിക്കണം. അത് ഏതൊരു കുടുംബത്തിലും ഉണ്ടാവാൻ സാധ്യത, എല്ലാ കുടുംബത്തിലും കാണത്തില്ല, പക്ഷെ സാത്വികമായി ജീവിച്ചു വരുന്ന കുടുംബങ്ങളിൽ യോഗീശ്വര സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ അവിടെ മെതിയടി പൂജ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, മെതിയടി പൂജ, അപ്പോൾ അത് കൂടി ചെയ്യുന്നത് ഉത്തമമായിട്ട് മാന്ത്രികത്തിൽ കൗളാചാരത്തിലുള്ള കൗളമാർഗത്തിൽ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആരെയും ദ്രോഹിക്കാതിരിക്കുക, പണി കൊടുത്തിട്ട് പണി മേടിക്കാതിരിക്കുക. ഒരു കാര്യമുണ്ട്, എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവർക്കടുത്ത് ഞാൻ പറയാറുണ്ട്, നമ്മളിത് അഴിക്കുന്ന സമയത്ത് ഇതാരാണോ ചെയ്ത് അവർക്ക് ഇതിൻ്റെ പണി അവിടെ ലഭിക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അവർ കിട്ടും. ഇത് അഴിക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്, ചെയ്തത് അഴിക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. അത് എത്രത്തോളം ആരെ കൊണ്ടാണ് ചെയ്യിച്ചത്, ആരാണ് ചെയ്തത്. ഞാൻ പറയട്ടെ, ചിലരൊന്ന് നോക്കിയാൽ മതി എന്ന് പറയത്തില്ലേ. ഓരോ മനുഷ്യൻ്റെയും പ്രഭാവലയും വ്യത്യസ്തമാണ്. നീചമായിട്ടുള്ള പ്രഭാവലയം ഉള്ളവരുണ്ട്, വളരെ നീചമായിട്ടുള്ള പ്രഭാവലയം ഉള്ളവരുണ്ട്. അവരൊന്ന് നോക്കിയാൽ മതി, കഴിഞ്ഞു. അവരൊന്ന് മനസ്സുരുകിയാൽ മതി, കഴിഞ്ഞു. എന്നാൽ ചില നല്ല പ്രഭാവമുള്ള, നമ്മളെ ചൈതന്യമുള്ള, അല്ലെങ്കിൽ ഓറ എന്നൊക്കെ പറയുന്ന സംഭവം ഉള്ളവരൊക്കെ ആണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ അവർക്കൊരു കാരണവശാലും ഇതൊന്നും ഏൽക്കില്ല. മാത്രമല്ല നമുക്കുള്ള പണിയും കൂടെ കിട്ടും. കാരണം അവർ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിരിക്കും. അങ്ങനെയുള്ള നിരവധി പേരുണ്ട്. ആരെയും ദ്രോഹിക്കാൻ പാടില്ല, മറ്റുള്ളവർക്ക് എന്ത് സഹായം ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞ പോലെ എന്നാൽ എല്ലാവരും അങ്ങനെയല്ല അല്ല. നമ്മളിവിടുത്തെ കേരളത്തിൻ്റെ കാര്യം മാത്രം എടുത്താൽ മതി. 3.5 കോടി ജനങ്ങളും ഒരേ രീതിയാണോ? അല്ല എന്നുള്ളത് കൂടി ഇതിനാൽ ഓർമ്മിപ്പിക്കുകയാണ്. കുറച്ച് പേര് കുറച്ച് സംശയം കൂടി ചോദിച്ചിട്ടുണ്ട്. ആ സംശയം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വീടിൻ്റെ മുമ്പിൽ ടാർപ്പാളിൻ കെട്ടുന്നത് നല്ലതാണോ, വണ്ടി ഇടാൻ ടാർപ്പാളിൻ കെട്ടുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് നീല ടാർപ്പാളിൻ നിങ്ങൾ കെട്ടരുത്. എന്താണ് കാര്യം? മറ്റൊന്നുമല്ല, അറിയാമല്ലോ എന്തിനാ ടാർപ്പാളിൻ കെട്ടുന്നതെന്ന്. അതൊരു അശുഭമായിട്ടുള്ള ഘടകമാണ്. വാഹനം വെക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും അത് ചെയ്യുന്നത് മോശപ്പെട്ട ഒരു രീതിയാണ്. അതിനുവേണ്ടി നിങ്ങളൊരു കാർ പോർച്ച് പണിയുക, അല്ലെ വണ്ടി പുതപ്പിച്ചിടുക, ഇതേ ചെയ്യാവൂ. കാർ പോർച്ച് അതിൻ്റെ സ്ഥാനമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു വീഡിയോയ്ക്കകത്ത്. അതുപോലെ വീട്ടിനകത്തോട്ട് ചേർന്ന് വണ്ടി പാർക്ക് ചെയ്യുന്നതും അത്ര നല്ലതല്ല. പുറത്ത് എപ്പോഴും സ്ഥാനം പുറത്താണ്, കാരണം വാഹനമാണ്, ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്, പുറത്താണ് കൂടുതലും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പുറത്ത് തന്നെ പാർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് പറയപ്പെടുന്നു. അപ്പോൾ വീടുമായിട്ട് ചേർന്ന് നിൽക്കുന്നതിനേക്കാൾ നല്ലത് മാറി നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ടാർപ്പാളിൻ വെച്ചാലോ അല്ലെ ഷീറ്റ് ഇട്ട് നമ്മളൊരു വീട്ടിൽ നിന്ന് ചായച്ചിറക്കി ഇങ്ങനെ ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. വീടും പോകും വണ്ടിയും പോകും, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇച്ചിരി സമയം എടുക്കുന്നേ ഉള്ളൂ കേട്ടോ, പൊക്കോളും. പിന്നെയും പലതരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാ ചോദ്യത്തിനും മറുപടി പറയാനുള്ള സമയം ഇപ്പം ഈ വീഡിയോയിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതൊന്ന് ഒഴിവാക്കിയാൽ നല്ലതാണ്. മാറ്റി പാർക്ക് ചെയ്യുക കേട്ടോ. വീട്ടിൽ നിന്നും വാഹനങ്ങൾ എപ്പോഴും മാറ്റി പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് പറയുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ, നന്മ ഉണ്ടാവട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓണമൊക്കെ വരികയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നന്ദി, നമസ്കാരം.